എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. ആൻഡ് ഇതിനെ ഇങ്ങനെ ആക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതുപോലെയാണ്. അപ്പോൾ നമ്മുടെ ഇന്ന് എന്താ വ്ളോഗ് എന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കൊല്ലത്ത് നിന്ന് പഴനിക്ക് പോവാണ്. പലർക്കും അറിയില്ല കൊല്ലത്ത് നിന്ന് പഴനിക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉള്ള വിവരം. സോ ഹിയർ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ കാണാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം കൊല്ലം ടു പഴനി. ഞാനും അമ്മയും മനീഷും ചേട്ടനും കൂടെയാണ് പോകുന്നത്. നമ്മളപ്പോൾ ഒരു 8:45 ഒക്കെ ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ ഒരു 9 മണിക്കായിരുന്നു, പക്ഷേ 20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വന്നത്. അത് കാരണം മനീഷ് ഇവിടെ തേരാപാറ കിടന്ന് നടക്കുകയായിരുന്നു. നമ്മൾ ഇന്ന് പോകുന്ന ട്രെയിനിന്റെ പേരാണ് അമൃത എക്സ്പ്രസ്. അങ്ങനെ ട്രെയിൻ വന്ന് നമ്മൾ ട്രെയിനിൽ കയറി. നമ്മൾ ബുക്ക് ചെയ്തത് സ്ലീപ്പർ കോച്ച് ആയിരുന്നു. പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്തായാലും സ്ക്രീനിൽ കൊടുക്കാം. അങ്ങനെ കയറിയ ഉടനെ ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഒരു 6:30 ഒക്കെ ആയപ്പോൾ നമ്മൾ എഴുന്നേറ്റു. 7 മണി ആ ഒരു ടൈം ആയപ്പോഴാണ് നമ്മൾ പഴനിയിൽ റീച്ച് ആയത്. അതുവരെ നമ്മൾ എണീറ്റ് പുറത്തേക്ക് കുറച്ചു നേരം നോക്കിയൊക്കെ ഇരുന്നു. അങ്ങനെ നമ്മളൊരു 7 മണിയോടൊക്കെ കൂടെ പഴനി റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ കുതിരവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഓട്ടോ നമുക്ക് കിട്ടും. ഞങ്ങൾ അങ്ങനെ ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിനടുത്തേക്ക് പോയി. ഓട്ടോ ചാർജ് 200 രൂപയാണ് ആയിരുന്നു. ഇനി അഥവാ നിങ്ങൾ ബുക്ക് ചെയ്യാതെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോ ചേട്ടന്മാര് നമ്മുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള പ്ലേസെല്ലാം നമുക്ക് കാണിച്ചു തരും. നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വിത്തൗട്ട് AC 1600 റുപ്പീസും വിത്ത് AC 2200 റുപ്പീസും ആയിരുന്നു ആയത്. അങ്ങനെ ഞങ്ങൾ വേഗം കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് മല കയറാൻ തീരുമാനിച്ചു. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ബൂരിയും കിഴങ്ങറിയും ഓർഡർ ചെയ്തു. ഞങ്ങളുടെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബൂരി എത്തിയിരിക്കുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നോ അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മല കയറാൻ പോയി. അപ്പോഴാണ് അറിഞ്ഞത് ഫോൺ മുകളിലേക്ക് കയറ്റില്ല. പിന്നെ ഞങ്ങൾ ഫോണൊക്കെ സൂക്ഷിക്കാൻ കൊടുത്തിട്ട് മല കയറി ഇറങ്ങിയപ്പോഴത്തെ കോലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കണ്ണി കണ്ട കടലിലൊക്കെ കയറി തേരാപ്പാര ഇറങ്ങി സാധനങ്ങൾ മേടിക്കുക. ഇവിടുത്തെ വളകൾക്കൊക്കെ എന്തൊരു ഭംഗിയാണെന്നറിയോ. വെറൈറ്റി ടൈപ്പ് ഓഫ് വളകൾ നമ്മുടെ അവിടെ നിന്ന് അങ്ങനെ അധികം കിട്ടില്ല. അതിനുശേഷം മനീഷ് കുറച്ച് നേരം പ്രകൃതി രമണീയത ആസ്വദിച്ച് നിൽക്കുന്നതായിരുന്നു. നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ പഴനി ഇങ്ങനെയാണ് കാണുന്നത്, മല. അതിൻ്റെ ഒരു വ്യൂ ആണിത്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ടൈപ്പ് ഒരു മഴയുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴയൊന്നും പെയ്തില്ല. then ഞങ്ങളെല്ലാവരും വീണ്ടും റെഡിയായി തിരിച്ച് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം നമുക്കെല്ലാവർക്കും വിശപ്പിൻ്റെ അസുഖം തുടങ്ങിയല്ലോ. അങ്ങനെ ഞങ്ങളൊരു ബിരിയാണി കഴിക്കാനായിട്ട് കയറി. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് ക്ഷീണിച്ച് തിരിച്ച് വീണ്ടും നമ്മൾ പഴനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. അവിടെ നമ്മൾ എത്തിയത് ഒരു 5:30 or 5 o'clock ആ ഒരു ടൈമിലായിരുന്നു. പക്ഷെ നമുക്ക് ട്രെയിൻ ഉള്ളത് 6:30 അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂർ അവിടെ ഇവിടെയൊക്കെ കിടന്ന് അലഞ്ഞ് നടന്ന് റെയിൽവേ സ്റ്റേഷൻ എക്സ്പ്ലോർ ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. അതായിരുന്നു നമ്മുടെ കുറച്ച് നേരത്തെ പരിപാടി. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ട്രെയിൻ വന്നിരിക്കുന്നു. പിന്നെന്താ, എല്ലാവരും ട്രെയിനിൽ കയറി കുറേ നേരം പുറത്തേക്ക് നോക്കുന്നു. പിന്നെ ഉറക്കം വന്നപ്പോൾ കയറി കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. എന്നിട്ട് നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് കൊല്ലത്ത് റിട്ടേൺ എത്തിയത്. അയ്യോ, റിട്ടേൺ വന്ന ട്രെയിനിന്റെ കാര്യം പറയാൻ മറന്നു. റിട്ടേൺ വന്ന് നമ്മൾ അതേ ട്രെയിനിലാണ്, അമൃത എക്സ്പ്രസ്സിലെ അതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോയി വരികയും ചെയ്തത്. ആൻഡ് നമ്മൾ ഇതിലും സ്ലീപ്പർ കോച്ചാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കിടന്നുറങ്ങി സമാധാനമായിട്ട് വരാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.